ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷയം. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടച്ച് പാഡിൽ നമ്മൾ ഓരോരോ കീവേഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ മാർഗ്ഗങ്ങൾ നമുക്ക് അതിൽ തന്നെ ഉണ്ട്. പക്ഷെ പലർക്കും അത് അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതുപോലുള്ള ഒരു 4 ടെക്നിക്കുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 4 ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടൊന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചാറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാണ്. ഒരു പേര് വൈഫിൻ്റെ ഒരു നമ്പർ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കീബോർഡ് അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ജീബോർഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് 4 എണ്ണമാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഹലോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ എൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹലോ വേർ ആർ യു നൗ എന്ന് ടൈപ്പ് ചെയ്തു. ഹലോ വേർ ആർ യു നൗ എന്നാണ്. പക്ഷേ ഈ നൗ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വേർ ആർ യു നൗ ഒന്ന് ടൈപ്പ് ചെയ്യാണ്. നൗ ഒന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 2-3 W കൂടി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ നൗ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ 2 W ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ മുകളിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിരൽ കൊണ്ട് ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അമർത്തിയിട്ട് വേണം നമുക്ക് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് താഴെയുള്ള ആ സ്പേസ് ബാർ ഇല്ലേ, ആ ഇംഗ്ലീഷിന് എഴുതിയ ബാറും അതൊന്ന് വിരലുകൊണ്ട് നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. എവിടേക്കാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ഈ കേഴ്സർ പോയിന്റ് കൊണ്ടുവെക്കാൻ സാധിക്കും. വളരെ ഈസിയാണ്. പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ ഓരോരോ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു എറർ ആ ഒരു തെറ്റ് നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ ടച്ച് പാഡിൽ നമുക്കിവിടെ ഈ സ്പേസ് ബാറിലൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഞാൻ ഡബ്ല്യൂവിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തു, അവിടെ അത് കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ടൈപ്പ് ചെയ്താൽ മതി. അപ്പം ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങളൊന്ന് നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഞാൻ അടുത്ത ഒരു കാര്യം ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എനിക്കൊരു കോമ ഇടണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഒരു കുത്താണ് ഇടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യണം, നമ്മൾ കീബോർഡിൽ കുത്ത് കോമയൊക്കെ തിരഞ്ഞ് നടക്കണം. വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു കോമ തപ്പി പിടിച്ച് ഞാനൊരു കോമ ഇട്ടിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള സെന്റൻസ് ടൈപ്പ് ചെയ്യാണ്. ഹായ് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തു. ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുത്തിട്ടുണ്ട്, ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ആർ ഫൈൻ എന്നുകൂടി ടൈപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഡോട്ട് വേണം. ഇപ്പം ഇങ്ങനെ ഡോട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ ABC എന്ന് പറഞ്ഞിരിക്കുന്നൊരു ബട്ടൺ കണ്ടില്ലേ, അതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഏതൊക്കെയാണോ നമുക്ക് കുത്തോ കോമ എന്താണ് കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുടെ അടുത്ത് ആ ABCൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എല്ലാ കുത്തും കോമയൊക്കെ നമുക്ക് ഇവിടെ തോന്നുള്ളൂ. സെമി കോളനും കാര്യങ്ങളൊക്കെ വരും. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നമുക്കിവിടെ സെറ്റിംഗ്സിന് തൊട്ടടുത്ത് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ടല്ലേ ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരികയാണ്. അപ്പോൾ അതായത് നിങ്ങൾക്കിപ്പോൾ മലയാളം മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, മലയാളം അറിയില്ലെങ്കിൽ ഇവിടെ നമുക്കിവിടെ ഇംഗ്ലീഷാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് മലയാളം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലാംഗ്വേജ് മാറ്റി കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലാംഗ്വേജ് മാറ്റാം. മലയാളം വേണമെങ്കിൽ മലയാളം ആക്കാം, ഇംഗ്ലീഷ് ആക്കാം, ഏത് ഭാഷ വേണമെങ്കിലും ആക്കാൻ പറ്റും. ഞാനിവിടെ ഇംഗ്ലീഷിലുള്ളൊരു സാധനം ഞാൻ മലയാളത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മലയാളമാണ് എടുത്ത്. ഇനി നമുക്കിവിടെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ടൈപ്പ് ചെയ്യണം. അത് നമുക്ക് മലയാളത്തിലേക്ക് വരണം. ഞാനിവിടെ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. കണ്ടില്ലേ, കൃത്യമായിട്ട് അവിടെ മേലെ വന്ന് നിൽക്കുന്ന ജന്മദിനാശംസകൾ എന്ന് മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്ത ആളാണ്, നിങ്ങൾ മലയാളമാണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളം ഇവിടെ കണ്ടില്ലേ, ഇവിടെ മലയാളമാക്കി നേരെ ഓപ്പോസിറ്റിൽ ഇംഗ്ലീഷ് ആക്കി. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ജന്മദിനാശംസകൾ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് മലയാളം മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ജന്മദിനാശംസകൾ എന്ന് ഞാനിവിടെ മംഗ്ലീഷിലൂടെ ടൈപ്പ് ചെയ്യാണ്. പക്ഷെ അവിടെ ഓട്ടോമാറ്റിക്കലി മുകളിൽ വരുന്നുണ്ട് എന്ത്, ഹാപ്പി ബർത്ത്ഡേ എന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിലും പേടിക്കേണ്ട. ഇതേപോലെ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇതുപോലെ മാറ്റാൻ പറ്റും. അതിന് ട്രാൻസ്ലേറ്റർ വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ കീബോർഡിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. അതൊന്നും പലർക്കും അറിയാത്തതാണ്. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്തു നോക്കുക. എൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സുഖമാണോ എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, നമുക്ക് അതിന് ഇംഗ്ലീഷ് അറിയില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ മംഗ്ലീഷിൽ തന്നെ എന്താ മതി, ടൈപ്പ് ചെയ്താൽ മതി സുഖം ആണോ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഇംഗ്ലീഷിൽ തന്നെ വരുന്നുണ്ട്. ഹൗ ആർ യു, സുഖമാണോ എന്നുള്ള വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ടെൻഷൻ വേണ്ട, മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഇംഗ്ലീഷിലേക്ക് മാറി വരും. ഇനി അടുത്ത ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാനൊരു കമ്പനിയിലെ മാനേജർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കെങ്കിലും ഒരു ഒഫീഷ്യലായിട്ടുള്ള ലെറ്റർ ഒക്കെ അയക്കുന്ന സമയത്ത് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലത് സ്റ്റാർട്ടിങ്ങിൽ ക്യാപിറ്റൽ ലെറ്റർ വേണ്ടി വരും, അല്ലെങ്കിൽ ഫുൾ ക്യാപ്സ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ കാണിക്കുന്ന ഒരു ഏരോ മാർക്ക് ഇല്ലേ, കണ്ടില്ല ഏരോ മാർക്ക്, ആ ഏരോ മാർക്ക് ഒന്ന് പ്രസ് ചെയ്യും. പക്ഷേ ഏരോ മാർക്ക് പ്രസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മൊത്തമായിട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം മൊത്തമായിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഏരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, കണ്ടേ ഓരോരോ മാറ്റങ്ങൾ വരുന്നത് കണ്ടില്ലേ. അതായത് ലെറ്റേഴ്സ് മുഴുവൻ മാറി വരുന്നുണ്ട്, സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ വരുന്നുണ്ട്, ഫുൾ ക്യാപ്സ് വരുന്നുണ്ട്, ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത ഓപ്ഷൻ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാനും പറ്റും. ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ കീബോർഡിൽ നിങ്ങളൊന്ന് നോക്കി നോക്കുക. എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതേ രീതിയിലൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഇനി വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.